കണ്ണൂർ പാനൂരിൽ തെരുവ് നായയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണു മരിച്ച 9 വയസ്സുകാരന്റെ സംസ്കാരം ഇന്ന് നടക്കും. തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിക്കും. ഇന്നലെയാണ് 4ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഫസൽ കിണറ്റിൽ വീണ് മരിച്ചത്. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, അതിദാരുണമായൊരു സംഭവം, കുഞ്ഞിന്റെ മരണം. എപ്പോഴാണ് മൃതദേഹം വീട്ടിലെത്തിക്കുന്നത്? എപ്പോഴാണ് സംസ്കാരം നടക്കുക? ഇന്നലെയാണ് 4ാം ക്ലാസ്സുകാരനായ 9 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഫസലിന് ദാരുണ അന്ത്യം സംഭവിച്ചത്. അതായത് പാനൂർ തൂവക്കുന്ന് എന്ന സ്ഥലത്ത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് ആൾമറയില്ലാത്തൊരു കിണർ. ഇതൊരു അതായത് വലിയ കിണറൊന്നും പറയാമില്ല, പക്ഷേ നല്ല ആഴമുണ്ട്, അത്യാവശ്യം ആഴമുള്ളൊരു കിണറാണ്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 5:30യോട് കൂടി തന്നെ കൂട്ടുകാരുമൊത്ത് കളിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഈ തെരുവുനായി ഓടിച്ചത്. അങ്ങനെ ഓടിച്ച സമയത്ത് ആ കുട്ടി ഓടി വരികയാണ് ഉണ്ടായത്. ഓടി വന്ന സമയത്ത് ഇത് ആൾമറയില്ലാത്ത കിണറാണ്. സ്വാഭാവികമായി ആ കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആ കുട്ടി ഇതിനുള്ളിലേക്ക് വീണു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ കുട്ടിയെ കാണുന്നില്ല. അങ്ങനെ അവനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ കരുതിയത് അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാകാമെന്നതാണ്. പക്ഷേ പിന്നീട് അവനെ കാണാത്തതിനെ തുടർന്ന് രാത്രി 8 മണിയോടുകൂടി അന്വേഷിച്ച ശേഷമാണ് ഈ കിണറ്റിനുള്ളിൽ അവനെ കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റോഡിലൂടെയാണ് അവൻ ഓടി വന്നത്. അതായത് ഇതിനപ്പുറത്താണ് അവൻ കളിച്ചുകൊണ്ടിരുന്നത്. കളിസ്ഥലത്ത് നിന്നും തെരുവുനായ ഓടിച്ച സമയത്ത് ഇത് വീട്ടിലേക്കുള്ള വഴി കൂടിയാണ്. അപ്പോൾ ഓടി വന്ന് ഇവിടെ ആൾമറയില്ലാത്ത ഈ കിണറ്റിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. വളരെ ദാരുണമായ ഒരു അപകടമാണ്. ഏതായാലും സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒക്കെ ഒരു തീരുമാനമുണ്ടാകുക. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ നമുക്കൊപ്പമുണ്ട്. വളരെ ദാരുണമായ സംഭവമാണ്. ഏതാണ്ട് ഇപ്പോഴത്തെ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? സംസ്കാര ചടങ്ങ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ബോഡി കിട്ടണം. പിന്നെ കുട്ടീൻ്റെ പിതാവ് വിദേശത്താണ്. അപ്പോൾ ഉച്ചയോടുകൂടിയേ പിതാവ് എത്തുകയുള്ളൂ. 12 മണി ആകുമ്പോഴേക്കേ എത്തുകയുള്ളൂ. അതിനുശേഷം തീരുമാനിക്കുള്ളൂ. ഇതൊരു വളരെ ഒരു അപകടത്തിന് സാധ്യത ഒഴിവാക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു കിണർ ഇവിടെ ഉള്ളത്. അതെ. ഇത് പണ്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അത് പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് പുതിയ വീടെടുക്കുന്നത്. അപ്പോൾ പണ്ടേയുള്ള കിണറാണിത്. ഈ തെരുവുനായ ശല്യം ഈ പ്രദേശത്തിൽ രൂക്ഷമാണ്. ഉണ്ട്, തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഈ ചേലക്കാട് തുവക്കുന്ന പ്രദേശങ്ങളിൽ, നമ്മുടെ പാനൂർ മേഖലയിൽ മൊത്തം തെരുവുനായ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ദാരുണമായ ഒരു അന്ത്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞിനാണ് ജീവൻ നഷ്ടമായത്. അപ്പോൾ ഈ തെരുവുനായ ശല്യം പരിഹരിക്കാനുള്ള ഇടപെടലൊന്നും ഉണ്ടാകുന്നില്ല. തെരുവുനായ ശല്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ABC പ്രോജക്റ്റ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ABC പ്രോജക്റ്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. തെരുവുനായ്ക്കളെ കൊല്ലാനോ അല്ലെങ്കിൽ മറ്റോ നിയമപരമായി യാതൊരു അധികാരം പ്രാദേശിക ഭരണകൂടങ്ങൾക്കില്ലല്ലോ. അത് മാത്രമല്ല, അങ്ങനെ ചെയ്താൽ പിന്നെ നിയമപരമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ഒരു കുറ്റകൃത്യം പോലെയാണ് തെരുവുനായ്ക്കളെയൊക്കെ കൊല്ലുന്നത്. ഈ ABC പ്രോജക്റ്റ് അടക്കം ഈ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ നടപ്പിലാക്കിയതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഇതൊരു ഫലപ്രദമായ രീതിയിൽ പിന്നെ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഞ്ചായത്തുകൾ അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു രൂപത്തിലും നിൽക്കുന്നില്ല. ഇത് നിയമപരമായി തന്നെ ഈ തെരുവുനായ്ക്കളെ പിന്നെ ശല്യം രൂക്ഷമാകുമ്പോൾ തെരുവുനായ്ക്കളെ കൊല്ലാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശം പഞ്ചായത്തുകൾക്ക് കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നുള്ളൂ. കളിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഓടിക്കുമായിരുന്നു. അതെ, കളിച്ച് ഈ കുട്ടിയെ കൂടാതെ, മുഹമ്മദ് ഫസലിനെ കൂടാതെ വേറെ 3 കുട്ടികളുണ്ടായിരുന്നു. ഇവർ 4 പേരാണ് കളിക്കാൻ വേണ്ടിയിട്ട് പോയത്. വൈകുന്നേരം ഒരു 5:30 മണിയോടെ ഓടിയിട്ടാണ് സംഭവം. പിന്നെ സ്കൂൾ വിട്ട ഉടനെ 4:30 മണിയോടുകൂടി കുട്ടി വീട്ടിലെത്തി. കളിച്ച് 5:30 മണിക്കേക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ നായ്ക്കളെ കണ്ട് പിന്നെ 4 പേരും 4 വഴിക്കേക്ക് ചെതറി ഓടുകയാണ് ചെയ്തത്. അതിൽ ഒരു കുട്ടിയാണ് ഈ കുട്ടി. മുഹമ്മദ് ഫസലും ചെതറി ഓടിയ കൂട്ടത്തിലുണ്ട്. മറ്റുള്ള കുട്ടികൾ കരുതിയത് മുഹമ്മദ് ഫസൽ ഇതുവഴി വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് 6:30 കുട്ടി വീട്ടിലേക്ക് എത്താതായതോടെയാണ് മറ്റുള്ള കുട്ടികളിലേക്ക് ഈ വീട്ടുകാർ അന്വേഷണം നടത്തുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഈ കുട്ടി അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു, വീട്ടിലെത്തിയില്ല എന്നുള്ള മറ്റുള്ള കുട്ടികൾ. അങ്ങനെ എല്ലാ ഭാഗത്തും സെർച്ച് നടത്തി നോക്കി. അവസാനം ഈ പരിസരത്തുള്ള ഈ കിണറുകളൊക്കെ പരിശോധന നടത്തുന്ന കൂട്ടത്തിൽ ഈ കിണറും പരിശോധിച്ചു. ആദ്യം കണ്ടിരുന്നില്ല, പിന്നീട് അതിലൊരു ഇല വീണത് കണ്ടിട്ട് പിന്നെ വീണ്ടും അതിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയപ്പോഴാണ് ഈ കുട്ടി വെള്ളത്തിനടിയിലുള്ള. അപ്പോഴേക്കും പിന്നെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് അധികൃതരെ ഇവരെ അറിയിച്ചു. ഫയർഫോഴ്സ് അധികൃതർ എത്തുമ്പോഴേക്കും ഈ കുട്ടിയെ നാട്ടുകാർ പുറത്തെടുത്തിരുന്നു, ആശുപത്രിയിലേക്ക് മാറ്റി.
അതൊരു വളരെ ദാരുണമായൊരു സംഭവമാണ് നടന്നത്. ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നത്. കാരണം തെരുവുനായ ആക്രമണം അതിരൂക്ഷമാണ് പലയിടങ്ങളിലും. ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കുമ്പോഴെങ്കിലും അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്ന സ്ഥലങ്ങളിൽ ഇതിന് എതിരായ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്.